രക്തബന്ധത്തിനു പോലും വിലയില്ലാത്ത ഈ കാലത്ത് സുഹൃത്ത് ബന്ധത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെക്കാൻ തയ്യാറായ കുട്ടേട്ടന്റെയും സുഭാഷിന്റെയും കഥ പറയുന്ന വളരെ മനോഹരമായ ഒരു ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. 2024 ഇറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഏറെ ജനശ്രദ്ധ നേടിയ ഒരു റിയൽ ലൈഫ് സ്റ്റോറി ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ചിത്രമായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ മഞ്ഞുമൽ ബോയ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 11 ചെറുപ്പക്കാരുടെ ഒരു സംഘം കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ടൂറ് പോകുന്നു. വളരെ മിസ്റ്റീരിയസ് ആയ ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണ കേവും ഇവര് കൂട്ടത്തിൽ സന്ദർശിക്കുന്നുണ്ട്. എന്നാൽ സംഘത്തിലൊരാൾ ആ ഗുഹയിലുണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് വീഴുകയും കൂടെ ഉണ്ടായിരുന്നവർ ആ സന്ദർഭത്തെ എങ്ങനെ നേരിട്ടു എന്നതുമൊക്കെയാണ് ചിത്രത്തിന്റെ പ്രമേയം. ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ പഴനിയിൽ തീർത്ഥയാത്ര പോയ ഒരു മലയാളി ഡ്രൈവർ ഫുഡ് കഴിക്കാനായി ഒരു കടയിൽ കയറുന്നു. ഭക്ഷണം കഴിച്ച ശേഷം അവൻ ബില്ല് പേ ചെയ്യുന്നതിനിടയിൽ ഒരു പത്രകഷ്ണത്തിൽ എന്തോ ഒന്ന് കണ്ട് ഞെട്ടുന്നുണ്ട്. തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ അവൻ കടക്കാരനിൽ നിന്ന് എന്താ സംഭവമെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. പക്ഷേ എന്താണ് കാര്യമെന്ന് അവിടെ കാണിക്കുന്നില്ല. അവൻ നേരെ ആ പത്രകഷ്ണവുമായി കേരളത്തിലേക്ക് പാഞ്ഞെത്തുന്നു. ശേഷം ആ പേപ്പറുമായി യാത്രക്കാരിലൊരാൾ പള്ളിയിലേക്ക് പാഞ്ഞു പോകുന്നു. അവിടെ സീൻ കട്ടായി അടുത്തത് കാണിക്കുന്നത് ഒരു കല്യാണ വീടാണ്. കല്യാണ വീട്ടിൽ വെള്ളമടിച്ച് ഡാൻസൊക്കെ കളിച്ച് അടിച്ചു പൊളിക്കുന്ന ഒരു ടീമിനെ കാണിക്കുന്നു. കൊച്ചിയിലെ തന്നെ മഞ്ഞുമൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ദർശന എന്നൊരു ക്ലബിലെ അംഗങ്ങളാണ് ഇവരൊക്കെ. ക്ലബ് അംഗങ്ങൾ എന്നതിനേക്കാൾ ഉപരി ചെറുപ്പത്തിലെ ഇവരെല്ലാം ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. ഇതാണ് എല്ലാവരും കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന സിജോ. ഒരു വല്യേട്ടൻ പരിവേഷക്കാരനായ കുട്ടേട്ടൻ ആ ഒരു ഗ്രൂപ്പിലെ ഇച്ചിരി മുതിർന്ന ആളാണ്. ഇത് സുഭാഷ്. കല്യാണ വീട്ടിൽ വെച്ച് ഇവരുടെ കൂടെ പണ്ട് പഠിച്ച പ്രസാദ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ ഇവർ കാണുന്നുണ്ട്. ആളിപ്പോൾ ട്രാവൽസിലെ വണ്ടി ഓടിക്കുകയാണ്. പ്രസാദിനെ കാണുന്നതോടെ ഓണത്തിന് അവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വണ്ടിയുമായി വരണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മഞ്ഞുമൽ ടീം ഓണത്തിന് കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകാനായി തീരുമാനിക്കുന്നു. പോകാൻ തീരുമാനിക്കുന്നത് ട്രാവലറിലായിരുന്നുവെങ്കിലും അതെന്തോ കാരണത്താൽ കിട്ടാഞ്ഞതുകൊണ്ട് തന്നെ പ്രസാദ് ഒരു കോളിസ് സെറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കുട്ടേട്ടനും സുഭാഷും ഒക്കെ ചേർന്ന് ഏകദേശം ഒരു 11 പേരാണ് ടീമിൽ നിന്നും യാത്ര പോകുന്നത്. കൊടൈക്കനാലിലെത്തിയ എല്ലാ സ്ഥലങ്ങളും കാണുകയും വെള്ളമടിക്കുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്ത് അവരങ്ങനെ അടിച്ചു പൊളിക്കുന്നു. പെട്ടെന്ന് അവരുടെ കൂട്ടത്തിലെ ഒരു സുഹൃത്ത് കുടൈക്കനാലിൽ കാണാൻ ഇനിയും സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗുണ കേവ്. പണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഒരു രക്ഷയുമില്ലാത്ത സ്ഥലമാണെന്നൊക്കെ പറയുന്നതോടെ ആ ഗ്യാങ് അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നു. ഗുണ എന്ന കമൽഹാസൻ അഭിനയിച്ച സിനിമ ചിത്രീകരിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ആവേശമായിരുന്നു അവിടേക്ക് പോകാൻ. വളരെ പ്രകൃതിരമണീയമായ ആ സ്ഥലങ്ങളൊക്കെ കാണുന്നതോടെ അവർക്ക് കൂടുതൽ ആവേശം വരികയും അവരതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കാണാനായി താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. ഒരുവിധം അങ്ങനെ ഗുഹയ്ക്കുള്ളിൽ കടന്ന് നോക്കുമ്പോൾ അവർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ പേര് ഗുഹയ്ക്കുള്ളിലെ പാറകളിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ തങ്ങളുടെ പേരും എഴുതി വെക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് കൂടുതൽ ഭാഗങ്ങൾ കാണാനായി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞും തിരിഞ്ഞു നടക്കവേ കുട്ടേട്ടനും കൂട്ടരും ആ പാറയിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് എഴുതി വെക്കുന്നു. നമ്മളെന്നാണ് വന്നതെന്നറിയാൻ 2006 എന്നും കൂടി എഴുതി വെക്കാൻ പറഞ്ഞ് സുഭാഷ് മുന്നോട്ട് നീങ്ങുമ്പോഴേക്കും ഇല മൂടിക്കിടന്ന അവിടെയുള്ള ഒരു ചെറിയ ദ്വാരത്തിലേക്ക് സുഭാഷ് വീണുപോകുന്നു. അതോടെ എല്ലാവരും പരിഭ്രാന്തരാകുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അവർ ആ ദ്വാരത്തിനടുത്തേക്ക് വരുന്നെങ്കിലും സുഭാഷിനെ കാണുകയോ അവന്റെ ശബ്ദം കേൾക്കുകയോ ഒന്നും തന്നെയില്ല. ആദ്യം അവരൊക്കെ കരുതുന്നത് സുഭാഷ് തങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. എന്നാൽ സാഹചര്യത്തിന്റെ ഗൗരവം അവർ മനസ്സിലാക്കുകയും അത് ആഴത്തിലുള്ളൊരു ദ്വാരമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. എത്ര ശ്രമിച്ചിട്ടും സുഭാഷിന്റെ പ്രതികരണം ഒന്നും തന്നെ തിരിച്ചുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആകെ പേടിച്ചു പോകുന്ന അവര് സഹായത്തിനായി ഗുഹയ്ക്കുള്ളിൽ നിന്നും വെളിയിലേക്ക് വരും. ഗുണാകേവിന്റെ പ്രവേശന കവാടത്തിലുള്ള ഒരു കടക്കാരനോട് അവര് സഹായം അഭ്യർത്ഥിക്കും. ഗുണാകേവിലാണ് കൂട്ടുകാരൻ വീണുപോയതെന്ന് അറിയുന്നതോടെ ആ കടക്കാരൻ വല്ലാതെ ഭയപ്പെടുന്നു. അവിടൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. നിങ്ങളോടാരാ അവിടെ പോകാൻ പറഞ്ഞത്? അവിടെ കാണാതായ ആളുകൾ ഒരിക്കലും തിരികെ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കണ്ട, നിങ്ങൾ വേഗം നാട്ടിലേക്ക് തിരികെ പോകാനൊക്കെ അയാൾ പറയുന്നു. എന്നാൽ ആ കടക്കാരന്റെ മകള് എങ്ങനെയെങ്കിലും അവരെ സഹായിക്കാൻ പറഞ്ഞ് അയാളെ നിർബന്ധിച്ച് അവരുടെ കൂടെ പറഞ്ഞുവിടുന്നു. ഈ സമയം കൊണ്ട് കുറച്ചു പേര് പോലീസിന്റെ സഹായം തേടി സിറ്റിയിലേക്കും പോകുന്നുണ്ട്. കടക്കാരൻ സംഭവം നടന്ന സ്ഥലത്തെത്തുമ്പോൾ ഗുഹയുടെ കഥ അവരോട് പറഞ്ഞു കൊടുക്കുന്നു. ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഈ ഗുഹ വളരെ അപകടം പിടിച്ചതാണ്. അതിനുള്ളിൽ വീണ സുഹൃത്ത് മരിച്ചിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നതാണ് നല്ലതെന്നൊക്കെ അവർ പറയുന്നുവെങ്കിലും സുഹൃത്തുക്കൾ അവിടെ നിന്ന് പോകാൻ തയ്യാറാകുന്നില്ല. അധികം താമസിയാതെ ശക്തമായ മഴ തുടങ്ങുകയും ചെയ്യുന്നു.
ഈ സമയം പോലീസ് സ്റ്റേഷനിലെത്തിയ സുഹൃത്തുക്കൾ സംഭവത്തെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുന്നു. സംഭവം കേൾക്കുന്ന അവരാകെ ഞെട്ടിപ്പോകും. കാരണം റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ആൾക്കാർ കടന്നെങ്കിൽ അത് തങ്ങളുടെ പിഴവാണെന്ന് മറ്റുള്ളവർ കരുതും എന്ന ആവലാതിയിലായിരുന്നു പോലീസുകാർ. തന്നെയുമല്ല, സുഭാഷിനെ കൊലപ്പെടുത്താൻ സംഘം ഗുണയുടെ അടുത്തേക്ക് കൊണ്ടുപോയതാണെന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് വന്ന 4 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അവസാനമായി ആ ഗുഹയിൽ വീണത് കേന്ദ്രമന്ത്രിയുടെ ഒരു ബന്ധുവായിരുന്നു. എന്നിട്ടുകൂടി അയാളെ രക്ഷിക്കാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല. സാധാരണക്കാരായ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് കഴിയുന്നത്? അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പൊക്കൊള്ളൂ എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് പറയുന്നു. സുഹൃത്തുക്കൾ അതിന് തയ്യാറാകാത്തതുകൊണ്ട് തന്നെ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇൻസ്പെക്ടർ മറ്റൊരു ഉദ്യോഗസ്ഥനെ ഇവരോടൊപ്പം സംഭവ സ്ഥലത്തേക്ക് അയക്കുന്നു. ഈ സമയം ദ്വാരത്തിനുള്ളിൽ നിന്ന് സുഭാഷിന്റെ നിലവിളി കൂട്ടുകാർ കേൾക്കുന്നു. അതോടെ അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യമാകും. താമസിയാതെ പോലീസ് റെസ്ക്യൂ ടീമിനെ വിളിക്കുകയും ആ ദ്വാരത്തിലേക്ക് ഒരു കയറിറക്കി സുഭാഷിനെ സഹായിക്കാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ കയറ് പിടിക്കാനോ കയറി വരാനുള്ള അവസ്ഥയിലായിരിക്കില്ലെങ്കിലോ സുഭാഷ് എന്ന് തിരിച്ചറിയുന്ന കൂട്ടുകാര് പോലീസിനോട് ഇതൊന്നും നടപടിയാകില്ല, മറ്റെന്തെങ്കിലും ചെയ്യാനോ നിങ്ങളിൽ ആരെങ്കിലും അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാനോ ഒക്കെ പറയുന്നുണ്ട്. അതോടെ പോലീസുകാർക്കും സുഹൃത്തുക്കളോട് കുറച്ച് ദേഷ്യം തോന്നുന്നു. തന്നെയുമല്ല, ആ ദ്വാരത്തിനുള്ളിൽ ഇറങ്ങാൻ റെസ്ക്യൂ ടീമിലെ മെമ്പേഴ്സ് ഉൾപ്പെടെ ഒരാളും തയ്യാറുമായിരുന്നില്ല. അങ്ങനെ ആരും ഇറങ്ങാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ കുട്ടേട്ടൻ ആ ദ്വാരത്തിലേക്ക് ഇറങ്ങാൻ സന്നദ്ധനായി മുന്നോട്ട് വരുന്നു. ആദ്യമെല്ലാവരും കുട്ടേട്ടനെ നിരുത്സാഹപ്പെടുത്തുന്നുവെങ്കിലും കുട്ടേട്ടന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ എല്ലാവരും തോൽക്കുന്നു. അങ്ങനെ ഒരുവിധം കയറൊക്കെ ദേഹത്ത് കെട്ടി കുട്ടേട്ടൻ ആ ദ്വാരത്തിനുള്ളിലൂടെ താഴേക്ക് ഇറങ്ങുന്നു. വിചാരിച്ചതിലും ദുർഘടമായ വഴിയിലൂടെയായിരുന്നു കുട്ടേട്ടന്റെ യാത്ര. ആകെ വഴുക്കലുണ്ടായിരുന്ന പാറകളിലൂടെ ഒരുവിധം കുട്ടേട്ടൻ സുഭാഷിനെ കണ്ടെത്തുന്നു. രക്ഷപ്പെടുത്താനായി കുട്ടൻ സുഭാഷിന്റെ മേലെ കയറ് കെട്ടാൻ ശ്രമിക്കുന്നെങ്കിലും സുഭാഷ് ആ നടന്ന അപകടത്തിന്റെ ആഘാതത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടന്റെ കഴുത്തിന് സുഭാഷ് ഞെക്കിപ്പിടിക്കുന്നുണ്ട്. എങ്ങനെയോ ഒരുവിധം കയറൊക്കെ കെട്ടി സുഭാഷിനെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് കുട്ടന്റെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട്. ആ പിടിവലിക്കിടയിൽ അവർ വീണ്ടും താഴേക്ക് വീഴാനായി തുടങ്ങുന്നു. മുകളിൽ കയറ് പിടിച്ചു നിന്ന പോലീസും തെറിച്ചു വീഴാൻ തുടങ്ങുന്നതോടെ മഞ്ഞുമ്മൽ ടീം കയറിൽ പിടിമുറുക്കുന്നു. അങ്ങനെ വളരെ ശ്രമകരമായി മഞ്ഞുമൽ ബോയ്സ് ഒരുവിധം കുട്ടനെയും സുഭാഷിനെയും ആ ദ്വാരത്തിനുള്ളിൽ നിന്നും പുറത്തെത്തിക്കുന്നു. ശേഷം അവരെല്ലാം കൂടി അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി സുഭാഷിന്റെ മുറിവുകളൊക്കെ ഭേദമാക്കും. ശേഷം അവരെല്ലാം കൂടി കേരളത്തിലേക്ക് മടങ്ങുന്നു. എന്തായാലും ഈ സംഭവം മറ്റുള്ളവരോട് പറയേണ്ടെന്ന് കരുതുന്ന സുഭാഷ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വീണുവെന്നാണ് നാട്ടിൽ പറയുന്നത്. എന്നാൽ ഈ സംഭവം സുഭാഷിനെ വല്ലാതെ ഉലയ്ക്കുന്നു. ഒന്ന് കണ്ണടച്ച് ഉറങ്ങാൻ പോലും അവൻ ഭയപ്പെടുന്നു. സുഭാഷിന് പറ്റിയ ആ ഒരു അപകടത്തിന്റെ പേരിൽ കുട്ടനെ സുഭാഷിന്റെ അമ്മ വല്ലാതെ തെറി പറയുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുട്ടൻ സുഭാഷിനെ രക്ഷിച്ചുവെന്ന വാർത്ത തമിഴ്നാട്ടിൽ പോയ ഒരാളിൽ നിന്ന് പുറത്തു വരുന്നു. അതാണ് നമ്മൾ ചിത്രത്തിന്റെ ആദ്യമേ കണ്ടത്. അങ്ങനെയാണ് അതിലൊരാൾ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യം പറയുന്നത്. അതോടെ നാട്ടുകാരെല്ലാം സംഭവം അറിയുന്നു. അതോടെ എല്ലാവർക്കും കുട്ടനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടുന്നു. ശേഷം കുട്ടന് പള്ളിവക സ്വീകരണം നൽകാൻ എല്ലാവരും തീരുമാനിക്കുന്നു. അങ്ങനെ കുട്ടനെ എല്ലാവരും അംഗീകരിക്കുന്നതോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിലെ കുട്ടന് 2008 ധീരതയ്ക്കുള്ള അവാർഡും ലഭിക്കുന്നുണ്ട്. സിനിമ അവസാനിക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിന്റെ ചിത്രങ്ങൾ കാണിക്കാനും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മറക്കുന്നില്ല.